Yes, so guys, once again, welcome back. അപ്പോൾ ഇന്ന് നമ്മുടെ എ സി സർക്യൂട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിലെ +2 ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു പ്രധാനമായിട്ട് പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അതിലെ ഒത്തിരി ക്വസ്റ്റ്യൻസും വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുവൈറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഓരോന്ന് 1 by 1 ആയിട്ട് എടുത്ത് പഠിക്കാനാണ് ഇന്നത്തെ ലൈവിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. എനിവേ ലെറ്റ്സ് സീ. അപ്പോൾ എ സി കറണ്ടിൽ നിങ്ങൾ ചിലപ്പം ഓൾറെഡി പഠിച്ചതായിരിക്കും ഇതിൻ്റെ എക്സ്പ്രഷൻസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എ സി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും ഇറ്റ്സ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്, അതായത് വെരി ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. 1 by 1 ആയിട്ട് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് ദ എ സി കറണ്ട്. ആദ്യം ഞാൻ എ സി കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്കറിയാം ഐ ആണ് എൻ്റെ കറണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏത് സർക്യൂട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ഐ അറിയണം, അതേപോലെ തന്നെ വി അറിയണം, വോൾട്ടേജ് അറിയണം. അപ്പോൾ ഇവരുമായിട്ടുള്ള റിലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിതിൽ പഠിച്ചതുപോലെ മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ പ്യുവർ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടുകൾ, പിന്നെ അതേപോലെ തന്നെ ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ടുകൾ, പിന്നീട് കപ്പാസിറ്റർ മാത്രമുള്ളത്, പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ, ഈ 4 ടൈപ്പ് സർക്യൂട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ വെരി ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എ സി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാരിയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഐനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൈ ഐ എം വിൽ ബി ഈക്വൽ ടു സൈൻ ഒമേഗ ടി എന്നാണ്. ഓർ മൈ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്നും, അതേപോലെ തന്നെ എൻ്റെ വി എം ഇസ് ഈക്വൽ ടു ഓർ വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടിയും എന്നാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബേസിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ ഈ ഐ എമ്മും വി എമ്മും വേറൊന്നുമല്ല, അതെൻ്റെ മാക്സിമം കറണ്ടും അതേപോലെ തന്നെ മാക്സിമം വോൾട്ടേജുമാണ്. അതായത് നമ്മൾ സാധാരണ ആംപ്ലിറ്റ്യൂഡ് പറയുന്നത് പോലെ. ആക്ച്വലി ഇതിൻ്റെ ഗ്രാഫ് അല്ല ഇത്, പക്ഷേ എന്നാലും ഒരു വാരിയിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ ഗ്രാഫ് എന്നേ ഉള്ളൂ. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഗ്രാഫ് പ്രകാരം മറ്റ് ടി ഈക്വൽ ടു 0 എന്ത് കിട്ടണം, അത് ടി ഈക്വൽ ടു 0 എൻ്റെ ഐ 0 ആയിരിക്കണം. പക്ഷേ എൻ്റെ ഗ്രാഫിൽ ഇവിടെ 0 ആണ്. പക്ഷേ ഇതിൻ്റെ ഗ്രാഫല്ല, പകരം ഞാനൊരു എ സി കർവ് വരച്ചതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യാം, +π/2 വെച്ചിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഇവിടെയുള്ള ഫേസ് ഡിഫറൻസ് വെച്ചിട്ട്. എനിവേ ലെറ്റ്സ് സീ. അപ്പോൾ നമ്മളെ ബേസിക് എക്സ്പ്രഷൻസ് ഇത് രണ്ടുമാണ്, ഐ എം സൈൻ ഒമേഗ ടിയും അതേപോലെ തന്നെ എൻ്റെ വി എം സൈൻ ഒമേഗ ടിയും ആണ്. അപ്പോൾ എങ്ങനെ ആക്ച്വലി ഐ കിട്ടി, അല്ലെങ്കിൽ ഐ എം എത്ര ആയിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഐ എം എന്ന് വെച്ചാൽ വെരി ഈസിയാടാ, കാരണം നമുക്ക് ഓൾറെഡി എൻ്റെ ഐ എം അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു ഓംസ് ലോ പ്രകാരം എന്തറിയാം, V/R ആണെന്നുള്ളത് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ R എന്ന് വെച്ചാൽ R എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നത് എൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ VM ഡിവൈഡഡ് ബൈ R ഇഫ് ദിസ് ഈസ് കണക്റ്റഡ് ഇൻ എ റെസിസ്റ്റൻസ് സർക്യൂട്ട്, അതായത് എ സി വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എ റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് മൈ ഐ എം ഇസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ R. അതായത് നമ്മൾ പഠിച്ചതാണ് V/R ആണ് എൻ്റെ എക്സ്പ്രഷൻ. സോ VM ഡിവൈഡ് ബൈ R. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ എൻ്റെ കറണ്ട് പോകുന്നത് അതേ ഫേസിൽ തന്നെയായിരിക്കും ആക്ച്വലി എന്തും പോകുന്നുണ്ടാവുക. വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ അതിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്ക് ഞാൻ ആക്ച്വലി കടക്കുന്നില്ല. നിങ്ങളതിൻ്റെ ഫേസർ ഡയഗ്രവും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്കൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പകരം നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷനിലേക്കാണ് ഒന്നുകൂടെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഐ എം എന്താണെന്ന്, ആക്ച്വലി മൈ ഐ എം ഇസ് ഈക്വൽ ടു ഓർ മൈ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി തന്നെയാണ്, ഐ എം സൈൻ ഒമേഗ ടി. അതേപോലെ തന്നെയാണ് എൻ്റെ വി എമ്മും, വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സോ ബേസിക്കലി ഇവിടെ എൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടാളും ഒരേ ഫേസിലാണ് പോകുന്നത്, ഇൻ ഫേസിലാണ്. സോ ദിസ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഞാൻ ഇതിൻ്റെ കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഐയും അതേപോലെ തന്നെ അതിലാരും മൂവ് ചെയ്യുന്നുണ്ടാകും, എൻ്റെ വിയും, രണ്ടാളും ആക്ച്വലി ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടാകും. സോ ബേസിക്കലി ഇവിടെ എൻ്റെ ഐ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ എൻ്റെ വി എമ്മും ഉണ്ട്, അല്ലെങ്കിൽ വി ഉണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ, വെരി ക്ലിയർ ആൻഡ് വെരി സിമ്പിൾ എക്സ്പ്രഷൻസ്. ഇനി നമുക്ക് ഇൻഡക്ടർ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇൻഡക്ടറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ കറണ്ടിൽ ഫേസ് ചേഞ്ച് ഉണ്ടാകും, π/2 വെച്ചിട്ട് മാറും. എന്ന് വെച്ചാൽ എൻ്റെ കറണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കുക നിങ്ങൾ. എൻ്റെ കറണ്ട് ഇൻ
inductor circuit will be equal to I is equal to Im into sin omega t minus pi by 2 എന്നായി മാറും. ക്ലിയർ ആയിട്ടുണ്ടോ? ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അപ്പോൾ ഇവിടെ ഈ സംഭവത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെയും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? പൈ ബൈ 2 ഡിഫറൻസ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഐ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഐ എം ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐ എം വിൽ ബി ഈക്വൽ ടു വി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ ഇവിടുത്തെ ആറാണ് ആക്ച്വലി എക്സ് എൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മൈ എക്സ് എൽ ഈസ് നത്തിങ് ബട്ട് എൽ ഒമേഗയാണ്. എൽ ഒമേഗ, ഓർ ഐ ക്യാൻ ഓൾസോ സേ ദാറ്റ് 2π ന്യൂ ഇൻറ്റു എൽ എന്ന് എഴുതാനായിട്ട് പറ്റും. ബട്ട് നോ പ്രോബ്ലം. സോ ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ ആക്ച്വലി എന്തായി, ഈ സർക്യൂട്ടിൽ അതായത് ഇൻഡക്റ്റർ സർക്യൂട്ടിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട 2 ഇക്വേഷൻസാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. വെരി സിമ്പിൾ. അതായത് എൻ്റെ നേരെ കറണ്ട് എഴുതി, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഐ എം എന്ന് വെച്ചാൽ വി എം ബൈ 2 ആണെന്നുള്ളതും എനിക്ക് മനസ്സിലായി. സോ ദാറ്റ്സ് ഓൾ. ഇത്രയും 2 കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എൻ്റെ ഇൻഡക്റ്റർ സർക്യൂട്ടിൽ ഓർത്തിരിക്കേണ്ടത്. നൗ വി ആർ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് വൺ. അതായത് എൻ്റെ കപ്പാസിറ്റർ സർക്യൂട്ട് എടുക്കുകയാണ്. കപ്പാസിറ്റർ സർക്യൂട്ടിൽ ഇവിടെ മൈനസ് പൈ ബൈ 2 ആണെങ്കിൽ കപ്പാസിറ്റർ സർക്യൂട്ടിൽ പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. സോ എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ സർക്യൂട്ട്. കപ്പാസിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ നോക്കിക്കേ, നിങ്ങളുടെ ഐ വിൽ ബി ഈക്വൽ ടു ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നുണ്ടാകും. സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ ബാക്കിലാണ് ഇൻഡക്ടർ ഉള്ളത്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലാണ് കപ്പാസിറ്റർ ഉള്ളത്. പൈ ബൈ 2 ഡിഫറൻസ് ആണ് രണ്ടെണ്ണത്തിലും. ഇതേപോലെ ഇവിടെ നോക്കിക്കേ, നേരത്തെ അതേപോലെ തന്നെ എൻ്റെ ഐ എം ഞാൻ കാണാൻ പോവുകയാണ്. സോ മൈ ഐ എം വിൽ ബി നത്തിങ് ബട്ട് വി എം ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് സി ആണ്. അതായത് എൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ എന്ന് വേണമെങ്കിൽ എക്സിനെ പറയാം. സോ ദിസ് എക്സ് സി ഈസ് നത്തിങ് ബട്ട് 1 ഡിവൈഡഡ് ബൈ സി ഒമേഗ ആയിരിക്കും. സി എന്ന് വെച്ചാൽ എൻ്റെ കപ്പാസിറ്റൻസ് ആണ്, ഒമേഗ എന്ന് വെച്ചാൽ എനിക്ക് തന്നിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? സോ വെരി സിമ്പിൾ. അപ്പോൾ ഇവിടെ ഓവറോൾ ഞാൻ ഈ 3 ആളുകളെയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കറണ്ടിൻ്റെ ഡിഫറൻസുകൾ എനിക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റുക? നേരത്തെ നമ്മൾ കണ്ടു, അതായത് എൻ്റെ കറണ്ട് എങ്ങനെയാണ് മാറിപ്പോകുന്നത് എന്നുള്ളത്. ബേസിക്കലി നേരത്തെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിൽ കറണ്ട് ഐ എം ഇസ് ഈക്വൾ ടു ഐ എം സൈൻ ഒമേഗ ടി മാത്രമായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്ന സമയത്ത് എന്തായി, അത് ഇൻഡക്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൾ ടു എന്നെ ഞാനിങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഐ എം, അതായത് എൻ്റെ റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇൻഡക്റ്ററിൽ എന്തായിരുന്നു, ഇൻഡക്റ്ററിൽ മൈനസ് പൈ ബൈ 2 ആണ്, മറ്റേതിൽ എത്രയാണ്, പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ഇതേപോലെ 90 ഡിഗ്രി ഈച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സംഭവം മാറുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയുന്നത് എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ സീരീസ് എൽ സി ആർ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ എല്ലും ഉണ്ട്, സിയും ഉണ്ട്, ആറുണ്ട്, 3 ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ആക്ച്വലി പറയാനൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കതിൻ്റെ ടോട്ടൽ വോൾട്ടേജിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ എൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ അതിന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ദി സർക്യൂട്ട് വി എന്ന് വെച്ചാൽ ഇവിടെ 3 ആളുകളുണ്ട്. ദിസ് ഈസ് ഇൻ സീരീസ് സർക്യൂട്ട്. ഞാൻ സർക്യൂട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ ഈസി ആയിട്ട് 3 ആളുകളാണ്. എല്ലും ഉണ്ട്, സിയും ഉണ്ട്, ആറും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാകും, ഒന്ന് എൻ്റെ വി ആർ സ്ക്വയർ പ്ലസ് അടുത്തത് വി എല്ലും ഉണ്ട്, വി സി ഉണ്ട്. സോ വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. വേറൊന്നും കൊണ്ടല്ല, നേരത്തെ നമ്മൾ കണ്ടു ഇവർ രണ്ടാളും പൈ ബൈ 2 ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് മൈനസ് ചെയ്തതല്ലേ. സോ വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. ഇതാണ് എൻ്റെ വെക്റ്റർ സമ്മ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് വി ആർ സ്ക്വയർ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ ഓൾറെഡി പഠിച്ച് പരിചയമുള്ള ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കവർ ചെയ്ത് പോകുന്നത്. കൂടുതൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒന്ന് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എൻ്റെ നെറ്റ് വോൾട്ടേജ് എന്താണെന്നുള്ളതാണ്. ഇനി ഇതേപോലെ എൻ്റെ ഐ എം എന്തായിരിക്കും, ഐ എം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആയിരിക്കും. ഐ എം വിൽ ബി ഈക്വൽ ടു വി എം ഡിവൈഡ് ബൈ സെഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഇമ്പിഡൻസ്. ആ ഇമ്പിഡൻസ് ആണ്, സെഡ് ആണ് ഞാൻ പറയുന്നത്. ഇമ്പിഡൻസ് ഓർ സെഡ് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് എൻ്റെ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും 3 ആളുകളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എൻ്റെ നെറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എന്ത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എൻ്റെ സെഡ്. സോ ദിസ് സെഡ് വിൽ ബി നത്തിങ് ബട്ട് ഇവിടെ ആരൊക്കെ ഉണ്ട്, ഉണ്ട്, ആർ സ്ക്വയർ പ്ലസ് പിന്നെ നേരത്തെ പോലെ എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ചില സിറ്റുവേഷനുകളിൽ മേ ബി
നിങ്ങൾക്ക് എന്ത് കിട്ടാം, എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയിട്ട് വരാം. പക്ഷേ നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല. എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ ആണെങ്കിലും എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ ആണെങ്കിലും സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ട് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എൻ്റെ ഐ എമ്മും പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ വോൾട്ടേജും ആണെന്നുള്ളത് നിങ്ങളിവിടെ ഓർത്തിരിക്കുക. എനിവേ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഫേസ് ആംഗിളുകളും മറ്റു കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫേസ് ആംഗിൾ നിങ്ങൾ കേട്ടതായിരിക്കും എൻ്റെ ഫൈ എത്രത്തോളമാണ് അതിൻ്റെ ഫേസ് ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്. സോ അത് ടാൻ ഫൈ ഈസ് ഈക്വൾ ടു നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നതാണ്. മൈ ടാൻ ഫൈ വിൽ ബി ഈക്വൾ ടു നത്തിങ് ബട്ട് എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ. എത്രയാണോ കിട്ടുന്നത് അതാണ് എൻ്റെ ടാൻ ഫൈ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈ എക്സ്പ്രഷനുകൾ നിങ്ങൾ ഇവിടെ 1 by 1 ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലത്തിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നോക്കിക്കേ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റെസണൻസ് കണ്ടീഷൻ എടുക്കുക. അതായത് റെസണൻസ് കണ്ടീഷൻ നിങ്ങൾ കേട്ടതായിരിക്കും. എൻ്റെ കയ്യിൽ LCR സർക്യൂട്ടിൽ ആക്ച്വലി എൻ്റെ ഇൻഡക്ടർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റെസിസ്റ്റർ ഉണ്ട്. 3 ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ 3 ആളുകളും ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉണ്ടാകും. എപ്പോഴാണ് ഒരു സർക്യൂട്ട് റെസണൻസ് കണ്ടീഷനിലാകുക? റെസണൻസ് കണ്ടീഷനിലാകണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഷുഡ് ഹാവ് ദ മിനിമം ഇമ്പിഡൻസ്. എൻ്റെ Z അല്ലെങ്കിൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കണം. മിനിമം ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മിനിമം ഇമ്പിഡൻസ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ I എന്തിലായിരിക്കും? I മാക്സിമത്തിലായിരിക്കും. അപ്പോൾ I മാക്സിമത്തിലാകുന്ന ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? റെസണൻസ് കണ്ടീഷൻ എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെസണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മിനിമം ഇമ്പിഡൻസ് വേണം. മിനിമം ഇമ്പിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് എൻ്റെ സെഡിൻ്റെ ഇക്വേഷൻ ഞാൻ നോക്കുക. Z വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ എന്നായിരുന്നു. അപ്പോൾ ഇത് മിനിമം ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി എന്നുള്ള കണ്ടീഷൻ വരണം. യെസ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പിഡൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എൻ്റെ റെസണൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടീഷനാണ് എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി ആയിരിക്കണം. ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ, കാരണം ഇത് പല രൂപത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ എക്സ് എൽ ഇസ് ഈക്വൽ ടു എക്സ് സി അപ്ലൈ ചെയ്താൽ എന്താ വരിക? L omega will be equal to 1 divided by C omega. So this implies that my omega resonance frequency will be equal to 1 by root LC. വേണമെങ്കിൽ ഇത് 2 എന്നും കാണാം, നോ പ്രോബ്ലം. സോ 1 by root LC ആണ് എന്ത്? എൻ്റെ റെസണൻസ് കണ്ടീഷൻ ഏതിലാണ് അല്ലെങ്കിൽ എത്രയാണ് ഫ്രീക്വൻസി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ അല്ലേടാ? അപ്പോൾ ഇതാണ് എൻ്റെ റെസണൻസ് കണ്ടീഷൻ. ഇനി ഈ റെസണൻസ് കണ്ടീഷനിൽ ഞാനൊരു കാര്യം കൂടെ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. എൻ്റെ ക്യൂ ഫാക്ടർ കാണാനുള്ള എക്സ്പ്രഷൻ, ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് എനർജി സ്റ്റോർഡ് പെർ സൈക്കിൾ ഡിവൈഡ് ബൈ എനർജി റിലീസ്ഡ് എന്നുള്ള ഒരു എക്സ്പ്രഷൻസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്യൂ ഫാക്ടർ കാണുകയാണെങ്കിൽ ക്യൂ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു ഒമേഗ 0 ഇൻറ്റു L ഡിവൈഡഡ് ബൈ R ആയിരിക്കും. ഒമേഗ 0 എന്താ? ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒമേഗ 0 ആണ്. ഇതാണ് അതായത് എൻ്റെ ഏത് കണ്ടീഷനിലാണ് ഇത് റെസണൻസ് ആകുക എന്നുള്ളത്. സോ ഇത് വളരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എൻ്റെ ക്യൂ ഫാക്ടർ കൂടെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ക്യൂ ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. എനിവേ ലെറ്റ്സ് സീ. ഇനി നമുക്ക് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പവറും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. മെയിനായിട്ട് കുറേയധികം ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യ ഭാഗത്ത് പവറാണ്, ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്കുള്ള ഒരു എക്സ്പ്രഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഓരോ സർക്യൂട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞു. ഇനി നോക്കിക്കേ, പവർ സാധാരണ നമ്മൾ കണ്ടതാ P ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് IV ആണ് അല്ലേ? സോ IV ആകുന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടാകുക? ഇവിടെ എൻ്റെ 2 ആളുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എൻ്റെ VM ഉണ്ട്, അതേപോലെ തന്നെ IM ഉണ്ട്, ഇൻറ്റു സൈൻ ഒമേഗ ടി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫേസ് ഡിഫറൻസ് ആയിട്ടുള്ള സൈൻ ഒമേഗ ടി പ്ലസ് 5 ഉണ്ട്. കാരണം എനിക്കറിയില്ല VM-ഉം IM-ഉം എത്രയാണെന്നുള്ളത്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ അതൊരു ഇൻഡക്ടർ സർക്യൂട്ടോ കപ്പാസിറ്റർ സർക്യൂട്ടോ ആണെങ്കിൽ 5 π/2 ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി അല്ലെങ്കിൽ tan phi കാണാനും നമ്മൾ പഠിച്ചോ. അപ്പോൾ എനിവേ ഇതാണ് എൻ്റെ P എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും ഇതാണ് എൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ആവറേജ് പവർ കാണാം. അപ്പോൾ ആവറേജ് പവർ കാണുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ, ഈ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ആവറേജ് ഞാൻ കാണണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ P ആവറേജ് ഇസ് ഈക്വൽ ടു, ഞാൻ എഴുതുന്ന എക്സ്പ്രഷൻ ശരിക്കും ശ്രദ്ധിക്കണം, മൈ P ആവറേജ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു
വി എം ഇൻറ്റു ഐ എം ഇൻറ്റു കോസ് ഫൈ. ക്ലിയർ ആയിട്ടുണ്ടോ? വി എം ഇൻറ്റു ഐ എം ഇൻറ്റു കോസ് ഫൈ. സോ ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. ആവറേജ് പവറിൻ്റെ എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേടാ? സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനി അടുത്തതായിട്ട് നമ്മളിതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഇതിൽ നിങ്ങൾ 2-3 കാര്യങ്ങൾ എൽ സി ഓസിലേഷനിൽ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഭാഗം കൂടെ ഉണ്ടാകും. പക്ഷേ ക്വറ്റിൻ്റെ ഒരു ബേസിസിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്, അതിലെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലൂടെ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. സോ എനിവേ ലെറ്റ്സ് സീ, ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ, നിങ്ങൾക്കുള്ളതാണ്. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. എ ഫ്രീക്വൻസി ഓഫ് ആൻ alternative voltage is 15 cycle per second and its amplitude is 120, then the RMS value of the voltage is. അപ്പോൾ VRMS ആണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ VRMSൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഓൾറെഡി അത് എക്സ്പ്രഷൻ പഠിക്കാത്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതായിരിക്കും, അല്ലെങ്കിൽ ഓർത്തിരിക്കണം. VRMS എന്ന് വെച്ചാൽ VRMS വിൽ ബി ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ √2 ആയിരിക്കും. അപ്പോൾ ഇനി എൻ്റെ അടുത്ത സംഭവം എന്ന് പറയുന്നത് VM കാണാം. VM എന്ന് വെച്ചാൽ എന്താ? മാക്സിമം വോൾട്ടേജ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ എൻ്റെ മാക്സിമം വോൾട്ടേജ് എത്ര ആയിരിക്കും? ദ വോൾട്ടേജ് 15 cycle per second ആൻഡ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 120 വോൾട്ട്. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എനിക്ക് തന്നിട്ടുണ്ട്. എത്രയും 120 ആണ്. ഇനി വേറെ ഒരു കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, വെരി സിമ്പിളാണ്. ദിസ് വിൽ ബി ഈക്വൽ ടു 120 ഡിവൈഡ് ബൈ √2 എന്നുണ്ടാകും. നിയർലി ഇതിൻ്റെ വാല്യൂ 84.8 വോൾട്ട് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ ഓപ്ഷൻ ബി ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. കിട്ടിയല്ലേടാ? യെസ്, ക്ലിയർ. ബി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേടാ? എല്ലാവരും ഒന്ന് തംസപ്പ് ഇട്ടേ ചാറ്റിലൊക്കെ ആണെങ്കിൽ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. VRMSൻ്റെ എക്സ്പ്രഷന് VRMS ഇസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ √2. വെരി സിമ്പിൾ അല്ലേ? എല്ലാവരും ഒന്ന് ഓക്കെ പറഞ്ഞ് ഫുൾ ഓൺ ഫുൾ പവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കാര്യമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാണ്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ അടുത്ത ചോദ്യം നോക്കാം. ഇനി അങ്ങോട്ടുള്ളതിലൊക്കെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ ലെറ്റ്സ് സീ. സോ ഹിയർ an AC circuit I is equal to 100 sin 200 pi t എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ കിട്ടി. IM 100 ആണ്, അതേപോലെ തന്നെ ഒമേഗ എത്ര? 200 പൈ ആണ്. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ദ ടൈം റിക്വയർഡ് ഫോർ ദ കറണ്ട് ടു അച്ചീവ് ഇറ്റ്സ് പീക്ക് വാല്യൂ വിൽ ബി. അതായത് അതിൻ്റെ പീക്ക് വാല്യൂ അച്ചീവ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആ സൈക്കിൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആക്ച്വലി എത്രയാണ് എടുക്കുക അതിൻ്റെ പീക്ക് വാല്യൂ അച്ചീവ് ചെയ്യാൻ? ഇവിടെ ഒമേഗ ടി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് വെച്ചാൽ ആക്ച്വലി ഇതാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ മാക്സിമം എത്തുന്നുണ്ടാകും, പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ടാകും? 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും, പിന്നെ മാക്സിമ, പിന്നെ മിനിമ, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമ, പിന്നെ മിനിമ. എന്ന് വെച്ചാൽ എത്രയുണ്ട്? 1 2 3 4 എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ എൻ്റെ ഒറ്റ സൈക്കിള് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 ഇവിടുന്ന് ആദ്യത്തെ പീക്കിലെത്തി, പിന്നെ അടുത്തത് ഇത് ഡൗൺ ആയി, പിന്നെ അടുത്ത പീക്കിലെത്തി എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടൈം പീരീഡിൻ്റെ ഹാഫ് എന്ന് വെച്ചാൽ ഒരു T1 എടുക്കാം. ഇനി അടുത്തതാണ് T2, അടുത്തതാണ് എൻ്റെ T4, T3, അടുത്തതാണ് എൻ്റെ T4, റൈറ്റ്? ഇത്രയും ഭാഗങ്ങൾ ആക്ച്വലി അതിൽ കവർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ T/4 ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ വെരി ഈസിയാണ്, കാരണം എനിക്ക് ആദ്യം T അറിയണം. അതിന് T അറിയണമെന്നുണ്ടെങ്കിൽ എന്താ? ഒമേഗ 2π/T ആണ് ഒമേഗ. സോ ഹിയർ ദ ഒമേഗ ഈക്വൽ ടു 200 പൈ ആണ്. ഇതെന്താ വരിക? 2π/T ഇസ് ഈക്വൽ ടു 200 പൈ എന്നുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ 2 ഗെറ്റ് ക്യാൻസൽ, പൈ ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/T ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 200 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മൈ T ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടി. സോ 1 ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ടൈം ടു റിക്വയർഡ് ഇറ്റ്സ് പീക്ക്? 0-ൽ നിന്നും പീക്കിലേക്ക് എത്താൻ എത്ര മതി? T/4 മതി. സോ ദ റിക്വയർഡ് ടൈം വിൽ ബി ഈക്വൽ ടു T ഇസ് ഈക്വൽ ടു T/4 ആണ്. സോ 1 ഡിവൈഡ് ബൈ 400 സെക്കൻഡ് ഉണ്ടാകും. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓപ്ഷൻ എ പലരും ചിലപ്പം എന്ത് മാത്രമേ കണ്ടിട്ടുണ്ടാകുള്ളൂ? 1/100 എൻ്റെ ടോട്ടൽ ടൈം പീരിയഡ് എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുള്ളൂ. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്
ടൈം റിക്വയർഡ് ഫോർ ദ കറണ്ട് ടു അച്ചീവ് ഇറ്റ്സ് പീക്ക്, പീക്കിലെത്താൻ ആവശ്യമായിട്ടുള്ള സമയം ചോദിച്ചിട്ടുള്ളൂ. പീക്കത്തെ എത്രയെന്നേ ചോദിച്ചിട്ടുള്ളൂ, ടോട്ടൽ ടൈം പീരീഡ് അല്ല ചോദിച്ചത്. ക്ലിയർ അല്ലേ? പക്ക ഓക്കെ അല്ലേടാ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ എഫക്റ്റീവായിട്ട് എൻ്റെ ഒത്തിരി ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കറണ്ടും മറ്റ് കാര്യങ്ങളൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങളിതിൽ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എനിവേ ഹിയർ ഇറ്റ് ഈസ്. An AC circuit അല്ലെങ്കിൽ an alternative current is given by the equation I is equal to I1 cos omega t plus I2 sin omega t. The RMS current is given by, RMS current എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് in terms of I1 and I2. അപ്പോൾ RMS കറണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഇക്വേഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ IRMS will be nothing but എന്തായിരുന്നു, IM ഡിവൈഡ് ബൈ √2. VRMS ആണ് VM ഡിവൈഡ് ബൈ √2. സോ IM ഡിവൈഡ് ബൈ √2. അപ്പോൾ I എനിക്ക് കാണണം. I എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ IM എന്ന് വെച്ചാൽ ഇതിൻ്റെ മാക്സിമം കറണ്ട്. മാക്സിമം കറണ്ട് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ വെക്റ്റർ സമ്മല്ലേ കിട്ടുക. അപ്പോൾ സാധാരണ നോർമലി നമ്മൾ എന്താ IM എടുക്കുക, I is equal to സംതിങ് ഇൻറ്റു സൈൻ ഒമേഗ ടി ആണെങ്കിൽ ആ സംതിങ് അല്ലെങ്കിൽ ആ കോഎഫിഷ്യൻറ്റ് അതല്ലേ നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാളുകളുണ്ട്, I1 ഉണ്ട് അതേപോലെ തന്നെ I2 ഉണ്ട്. അപ്പോൾ അവർ രണ്ടാളും ആഡ് ചെയ്തതിൻ്റെ വെക്റ്റർ സമ്മിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതാണ് എനിക്കിവിടെ വരേണ്ട IM. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെരി ക്ലിയർ. ഞാനിവിടെ സംഭവങ്ങൾ ഇനി 1 by 1 ആയിട്ട് എടുത്ത് ഇത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ I തന്നിട്ടുള്ളത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്ന I ആക്ച്വലി ഇറ്റ് ഈസ് ഫ്രം I1 cos ഒമേഗ ടി പ്ലസ് I2 sin ഒമേഗ ടി ആണ്. അതായത് ഇതിൽ I1 ഉണ്ട് I2 ഉണ്ട് എന്ന് വെച്ചാൽ രണ്ട് കറണ്ടുകൾ ആക്ച്വലി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രണ്ട് കറണ്ടുകളെയും ഞാൻ ഇനി ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. മേ ബി ഫോർ എക്സാമ്പിൾ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് മൈ I1 ഇസ് ഈക്വൽ ടു A sin phi എന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ I2 ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് A cos phi, A sin phi ആയിട്ടും A cos phi ആയിട്ടും എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ ടോട്ടൽ കറണ്ട്? ടോട്ടൽ കറണ്ട് I വിൽ ബി ഈക്വൽ ടു, കാരണം I1 I2 എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര എനിക്കറിയില്ല. സോ ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് നൗ ദിസ് വിൽ ബി ഈക്വൽ ടു A sin phi cos omega t പ്ലസ് A cos phi sin omega t. ഇങ്ങനെയല്ലേ കിട്ടുക? ഇനി അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു A ഇൻറ്റു cos omega t sin phi പ്ലസ് sin omega t cos phi എന്ന് കിട്ടും. അതായത് ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ടാകും. അത് മറ്റൊന്നുമല്ല, A ഇൻറ്റു sin omega t പ്ലസ് ഫൈ ആണ് ആക്ച്വലി ഇതിൻ്റെ എക്സ്പ്രഷൻ അല്ലേ. സോ എൻ്റെ ഐക്കുള്ള എക്സ്പ്രഷൻ എനിക്ക് കിട്ടി. I ഈസ് നത്തിങ് ബട്ട് A sin ഒമേഗ ടി പ്ലസ് ഫൈ. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഞാൻ ആ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കുകയാണ്. ഈ രണ്ടാളുകളെയും ഒന്ന് ആഡ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, ദിസ് വിൽ ബി നത്തിങ് ബട്ട് I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു A സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ദിസ് വിൽ ബി ഈക്വൽ ടു A സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് I കിട്ടിയല്ലോ, അതിലേക്ക് ഞാൻ അതിനെ ആ സാധനത്തിന് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടും, അവിടെ A സ്ക്വയർ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ A സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് മൈ I ഈസ് ഈക്വൽ ടു A ആണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ A വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയറാണ്. അപ്പോൾ എന്ത് എഴുതാം, സോ മൈ I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഇൻറ്റു ഓൾറെഡി ഉള്ള സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എഴുതാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എൻ്റെ റിസൾട്ടൻറ്റിൽ ഇതല്ലേ എൻ്റെ എക്സ്പ്രഷൻ വരിക. എന്ന് വെച്ചാൽ വാട്ട് ഈസ് മൈ IM വിൽ ബി ഈക്വൽ ടു I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ഓൾ റേസ് ടു 1/2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ IRMS എന്തായിരിക്കും? IRMS ഈസ് വെരി സിമ്പിൾ, IM ഡിവൈഡ് ബൈ √2 ആണ് ഈക്വൽ ടു I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ √2. ക്ലിയർ ആയിട്ടുണ്ടോ? എങ്ങനെ എത്തി എന്നുള്ളത് ക്ലിയർ ആയോ? യെസ്. സോ ഫോർ ദ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ എങ്ങനെയാണ് ഞാൻ ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ വേറൊന്നും ചെയ്തതല്ല. എനിക്ക്
IM/√2 ആണ് കാണേണ്ടത്. സോ ഓഫ് കോഴ്സ് IM കാണണം. IM എന്ന് വെച്ചാൽ എന്താ? എൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ വെക്ടർ സമ്മാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. പക്ഷേ ഇവിടെ ഒറ്റ കാര്യം എനിക്ക് പ്രശ്നമായി വന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ I1 = A cos ωt എന്നും I2 = B sin ωt എന്നോ B cos ωt എന്നും എടുത്താൽ വളരെ സിമ്പിളാണ്. എൻ്റെ I = I1 + I2 നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. പകരം എന്താ തന്നത്? I = I1 cos ωtയും I2 sin ωtയും ഇങ്ങനെ തന്നിട്ടുള്ളത്. ഇവിടെ I1ഉം I2ഉം തമ്മിൽ ഡിഫറൻസ് എത്ര അറിയില്ല, പക്ഷേ നമ്മൾ ഓപ്ഷൻ ഇൻ ടേംസ് ഓഫ് I1 and I2 അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ഇതേപോലെ ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് ഒന്നുകൂടെ കൃത്യമായിട്ട് ക്ലിയർ ആക്കുക. ഹാഫീസ് ഇവിടെ നോക്കുക. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ നോർമലി എനിക്ക് കാണേണ്ടത് എന്താ? IM ആണ് കാണേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒറ്റ കറണ്ട് മാത്രമാണെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എടുത്താൽ മതി. എത്രയാണോ കോയിഫിഷ്യൻ്റ് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ 2 കറണ്ടുകൾ ആഡ് ചെയ്യുന്നതാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മേ ബി ഇതെൻ്റെ ആദ്യത്തതും ഇതെൻ്റെ രണ്ടാമത്തതും. അപ്പോൾ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ റിസൾട്ടൻറ്റുമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കോയിഫിഷ്യൻ്റാണ് എനിക്ക് കാണേണ്ടത്, IM എന്ന് പറയുന്നത്. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഇതിനെ രണ്ടും ആഡ് ചെയ്ത്, അതായത് നമുക്ക് കാണേണ്ടത് എന്താ? സംതിങ് ഇൻ sin ωt. ആ സംതിങ് ആണ് നമുക്ക് കിട്ടേണ്ടത്. sin ωtയുടെ കോയിഫിഷ്യൻ്റാണ്. അതായത് നിങ്ങൾ ഏത് വെക്ടറിനെ റിസൾട്ടൻ്റ് ആക്കി മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിലും എന്താണ്? അതൊരു അനദർ വെക്ടർ ആയിരിക്കൂലേ. ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ഓൾസോ ഓസിലേറ്റിംഗ് വിത്ത് sin ωt + 5. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആൻസർ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത സംഭവം. ഇനി എൻ്റെ എയിം എന്ന് പറയുന്നത് A ആണ്. അതായത് ഇപ്പോൾ പക്ക എനിക്ക് എഴുതാൻ പറ്റും IRMS വിൽ ബി നത്തിങ് ബട്ട് A/√2 തന്നെയാണ്. കാരണം A ആണ് ഇവിടുത്തെ കോയിഫിഷ്യൻ്റ്. അപ്പോൾ A ആണ് എന്ത് വരിക? IM വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, A കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്താണോ A അസ്യൂം ചെയ്തത് അത് വെച്ച് ചെയ്തു. ക്ലിയർ അല്ലേ? സിമ്പിൾ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ പോയതിന് കാരണം വേറൊന്നുമല്ല, ഇങ്ങനെയാണ് എനിക്ക് തന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് will be the graphical representation of an AC current and voltage for the pure resistance circuit? Very simple. പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ ആക്ച്വലി അവിടെ എന്താണ് ഉണ്ടാവുക? പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, അവർ തമ്മിൽ എന്തില്ല? ഫേസ് ഡിഫറൻസ് ഇല്ല, ഇൻ ഫേസ് ആണ്. അപ്പോൾ ഇത് ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഇത് കട്ട്, ഇതും ഫേസ് ഡിഫറൻസ് ഉണ്ട്, അതും കട്ട്. ഇനി B ആണോ C ആണോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ എൻ്റെ ഭാഗത്തുള്ളൂ. അപ്പോൾ B ആണോ C ആണോ എന്നുള്ളതിൽ ഇവിടെ നോക്കിക്കേ, VM ഉണ്ട് IM ഉണ്ട്. ഇതിൽ ഏതായിരിക്കും വലുത്? തീർച്ചയായിട്ടും എൻ്റെ VM അല്ലേ. കാരണം IM എന്താ? IM ഈസ് VM ഡിവൈഡഡ് ബൈ R. VM ഡിവൈഡ് ബൈ R എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഡിവൈഡ് ബൈ സംതിങ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് Iൻ്റെത് എന്തുണ്ടായിരിക്കും? Iൻ്റെത് കുറവായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ B ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്, നേരത്തെ പറഞ്ഞതിൽ A കോൺസ്റ്റൻറ്റാണ്. അതായത് ഇവിടെ പറഞ്ഞതിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആംപ്ലിറ്റ്യൂഡായിട്ട് ഞാൻ A എടുക്കുകയാണ്. Aനെ പിന്നെ ഇൻ ടേംസ് ഓഫ് ആയിട്ട് കാണുകയാണ്. ക്ലിയർ അല്ലേ? കുവൈറ്റിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് നീറ്റിനെക്കാട്ടിലും എളുപ്പമാകുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ചില ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നീറ്റിൻ്റെ പേപ്പറിൽ ചിലതിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഫിസിക്സിൻ്റെ കേസിൽ എക്സ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ഫിസിക്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നീറ്റിനേക്കാൾ എളുപ്പമാണ് എന്നുള്ള രൂപത്തിൽ ഒരിക്കലും പോകരുത്. നമ്മൾ നീറ്റ് ലെവലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ പോകുക. കാരണം ആ ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈസി ആയിരിക്കും ക്രാക്ക് ചെയ്യാൻ. കാരണം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ സിമ്പിളാണ്. പക്ഷേ എല്ലാവരെയും ഒരു ധാരണ എന്ന് വെച്ചാൽ നീറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എക്സാമാണ് കുവൈറ്റ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ചിലപ്പോൾ ഫിസിക്സൊക്കെ വെരി ഈസി ആയിരിക്കും എന്നുള്ള തോന്നലാണ്. പക്ഷേ അല്ല, കാരണം രണ്ടും ഓൾ ഇന്ത്യ ലെവൽ എക്സാം തന്നെയാണ്, NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കമ്പയർ ചെയ്യരുത്. കാരണം എക്സ്പെഷ്യലി കഴിഞ്ഞ വർഷത്തെ ഫിസിക്സിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ നീറ്റിനേക്കാൾ ലെവലായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പ്ലാൻ ചെയ്ത് പോവുക, നല്ല രൂപത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഫിസിക്സിനെ നേരിടുക. കാരണം അവസാനം കൈമലർത്തിയിട്ട് കാര്യമില്ല. മാത്രമല്ല കുറച്ചുകൂടെ അധികം ഷിഫ്റ്റുകളുള്ള എക്സാമാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫിസിക്സ് ഒന്നിൽ തന്നെ നമുക്ക് പല സ്ലോട്ടുകളിലായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിൽ വേരിയേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ രീതിയിലും സജ്ജമായിട്ട് വേണം കുവൈറ്റിന് പോകാൻ വേണ്ടിയിട്ട്. എനിവേ ലെറ്റ്സ് സീ, അടുത്ത ചോദ്യം നോക്കാം. അടിപൊളി ക്വസ്റ്റ്യനാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. പെട്ടെന്ന് ചെയ്ത് നോക്കിക്കേ, വെരി ഈസി ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കിക്കേടാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് represent the correct variation of the inductive reactance XL
വിത്ത് ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗയും എക്സലും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. ഏതാണ്? പെട്ടെന്ന് എല്ലാവരും ചെയ്തേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എക്സൽ ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു ഓൾറെഡി. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്തേ. ഏതാണ് എൻ്റെ ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ചാറ്റിൽ കമൻറ്റ് ചെയ്തടാ എല്ലാവരും. പക്ക ഗ്രാഫിൻ്റെ നേച്ചർ നോക്കുക. ഇവിടെ ഒമേഗ മാറുന്നതിനനുസരിച്ച് വളരെ പീക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഒമേഗ മാറുന്നതിനനുസരിച്ച് മാറുന്നേ ഇല്ല. എക്സൽ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഡയറക്റ്റ്ലി ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ ഇൻവേഴ്സ്ലി ഇങ്ങനെ പോകുന്നുണ്ട്. ഏതാടാ? യെസ് കമാൺ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചാറ്റിലിട്ടേ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. ബിക്കോസ് മൈ എക്സൽ വിൽ ബി നത്തിങ് ബട്ട് എക്സൽ ഇസ് ഈക്വൽ ടു എൽ ഒമേഗയാണ്. എന്ന് വെച്ചാൽ മൈ എക്സൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗയാണ്. ക്ലിയർ അല്ലേടാ? യെസ്. സോ ലെറ്റ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. എ 15 microfarad capacitor is connected to 220 volt and 15 hertz source. The capacitive reactance is, again very simple question because I have to find Xc. Xc is nothing but 1 divided by C ഒമേഗയാണ്. പക്ഷേ ഇവിടെ 220 എന്നുള്ളതൊക്കെ എന്തിനു തന്നതാണ്? ആക്ച്വലി വേറൊന്നും നമുക്ക് കാണേണ്ടതില്ല. നമുക്ക് ആകെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാത്രമേ കാണാനുള്ളൂ. എന്ന് വെച്ചാൽ 1/C ഒമേഗ തന്നെ കാണാനുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 15 ഫൈക്കോ പാരഡ് ആണ്. സോ 15 × 10⁻⁻6 ഇൻറ്റു ഒമേഗ 2π ന്യൂ ആണ്. 2π ഇൻറ്റു എത്ര കിട്ടും? 50 എന്ന് കിട്ടും. സോ ഇത് എത്ര കിട്ടുക? ദിസ് വിൽ ബി ഈക്വൽ ടു 2π ഉണ്ട് 30 ഉണ്ടാകും, 30 പൈ, പിന്നെ അവിടെ 50 ഉണ്ട്. സോ നിയർലി 212 ഓം എന്ന് കിട്ടും ചെയ്താൽ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? വെരി സിമ്പിൾ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇവിടെ നോക്കുക, എൻ്റെ എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സി ഒമേഗ എന്ന് എനിക്ക് കിട്ടി. വെരി സിമ്പിളായിട്ട് എനിക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സോ ഹിയർ വി വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ കപ്പാസിറ്റർ ഓഫ് 36 microfarad ഈസ് കണക്റ്റഡ് ടു 20 volt 15 hertz supply, then the current in the circuit are RMS and peak current. രണ്ടും ചോദിച്ചിട്ടുണ്ട്. RMS ആണത് VRMS, മറ്റേതെന്താണ്? എൻ്റെ പീക്കാണ്, അതായത് IM ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മൾ പറഞ്ഞ അതേ രൂപത്തിൽ ആ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് നോക്കാം. ഇവർ തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം, പീക്കും RMSഉം. IRMS എന്താ? IRMS ഈസ് ആക്ച്വലി മൈ പീക്ക് കറണ്ട് ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷനിൽ എന്തായാലും എന്ത് ചെയ്യണം? RMSഉം പീക്കും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പീക്ക് എന്ന് വെച്ചാൽ ഇതിനെ √2 ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത ഓപ്ഷൻ ആയിരിക്കണം. അങ്ങനെയും വേണമെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യട്ടാ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, വെരി ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് നോക്കാം എന്തായാലും വാല്യൂസ് വെച്ച് തന്നെ കാണാൻ. വെരി സിമ്പിളാണ്. കാരണം ഇവിടെ തന്നിട്ടുണ്ട് കണക്റ്റഡ് ടു 240 volt 240 ആണ്. എന്ന് വെച്ചാൽ എൻ്റെ VM എനിക്ക് ഓൾറെഡി അറിയാം. VM ഇസ് ഈക്വൽ ടു 240. ക്ലിയർ അല്ലേ? VM ഇസ് ഈക്വൽ ടു 240 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കാണാം? ഇവിടെ കപ്പാസിറ്റൻസ് സർക്യൂട്ടാണ്. അപ്പോൾ IM ഇസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ XC ആണ്. സോ ഐ ഹാവ് ടു ഫൈൻഡ് XC. ഞാൻ XC ഒന്ന് കാണാനായിട്ട് പോകുകയാണ്. സോ മൈ XC ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C ഒമേഗ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C. എത്രയാണ് തന്നിട്ടുള്ളത്? C ഇസ് ഈക്വൽ ടു 36 മൈക്രോഫാരഡ് ആണ്. സോ 36 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ഒമേഗ 2π ഇൻറ്റു ന്യൂ. ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി 50 ആണ്. സോ ഫ്രീക്വൻസി 50 ആണ്. സോ നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ഈ വാല്യൂ 88 ഓം എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? എൻ്റെ XC ഈസ് ഈക്വൽ ടു 88 ഓം എന്ന് കിട്ടി. അപ്പോൾ ഇനി എൻ്റെ IM എന്തായിരിക്കും? IM വിൽ ബി നത്തിങ് ബട്ട് VM ഡിവൈഡ് ബൈ XC ആയിരിക്കും. ദിസ് വിൽ ബി ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 88. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 240 വോൾട്ട് ഡിവൈഡ് ബൈ 88 എന്നുള്ളത്. സോ 2.73 കിട്ടും. 2.73 ആംബിയർ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ IM കിട്ടി. വെരി സിമ്പിൾ. 2.73 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു √2 ചെയ്താൽ ആകെ ആ റിലേഷൻ മാത്രമേ എനിക്ക് തോന്നിട്ട് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. എനിവേ സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോറി, 2.73 ആണ് എൻ്റെ ഏത് വന്നിട്ടുള്ളത്? എൻ്റെ IM വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ പീക്കാണ് 2.73. റൈറ്റ്. ദെൻ മൈ IM ഇസ് ഈക്വൽ ടു വാട്ട്? IM ഇസ് ഈക്വൽ ടു
സോ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് എൻ്റെ IM ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ IRMS എനിക്കിനി കാണണം. സോ മൈ IRMS വിൽ ബി ഈക്വൽ ടു IM ഡിവൈഡ് ബൈ √2. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എത്രയാണ് ഉള്ളത്, എൻ്റെ കയ്യിലുള്ളത് 2.73 ഉണ്ട്. സോ 2.73 ഉണ്ട്. പിന്നെ ഡിവൈഡ് ബൈ √2, അതായത് 1.14 അടുത്തുണ്ടാകും അല്ലേ. സോ 1.41 എടുത്താലൊരു 1.9 അടുത്തേക്കൊക്കെ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? 1.9. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾക്ക് ആ ഒരു √2ൻ്റെ ഡിഫറൻസ് നോക്കിയാലും മതി. എക്സ് കാണാൻ വരുന്ന കാൽക്കുലേഷൻ ട്രിക്കൊന്നും ഇല്ലടാ, നേരെ ചെയ്യുക തന്നെ വേണം. കാരണം എക്സ് ഈസ് നത്തിങ് ബട്ട് 1/c⍵. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കണ്ടുവെക്കാം, അത് വേറൊന്നും അത് വലിയ എഫക്റ്റീവ് ആകുമൊന്നുമില്ല. അതായത് ആകെ 1/2πയുടെ വാല്യൂ നമുക്ക് അതിൽ ഫിക്സഡ് ആയിട്ട് വരുള്ളൂ. ഒമേഗയിലെ ഫ്രീക്വൻസിയും മാറും. പിന്നെ അതേപോലെ തന്നെ കപ്പാസിറ്റൻസും എത്രയായിരിക്കും തരുന്നതെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിക്ക കപ്പാസിറ്റൻസും നിങ്ങൾക്ക് ഈ മൈക്രോ ഫാരഡിലായിരിക്കും. അപ്പോൾ 10⁻⁻6 എന്ന് വെച്ചാൽ 1/2π 10⁻⁻6ൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് വേണമെങ്കിൽ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിസിൽ ചെയ്യുക. അതായത് 10⁻⁶ ഡിവൈഡ് ബൈ 2π എന്നുണ്ടാവും അതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. ബട്ട് വലിയ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും തോന്നുന്നില്ല. എങ്കിലും നോക്കാം നമുക്ക്. ലെറ്റ്സ് സി. സോ എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. സോ അടുത്തതും ഇതേപോലെ സീരീസ് സർക്യൂട്ട് എന്നാണ്. So here we have a series LCR circuit. The potential difference between the terminal of the inductor is 60 volt. Between the terminal of the capacitor is 30 volt. And that of across the resistor is 40 volt. Then the supplied voltage will be very simple. കാരണം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു എൻ്റെ XLും XCയും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതേപോലെ എനിക്ക് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എനിക്ക് ഓർമ്മയില്ല നിങ്ങളെ VR-ഉം VLും VCയും പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ. സോ മൈ V is equal to √VR² പ്ലസ് VL മൈനസ് VC. ഏതാണോ വലുത് നോക്കിയാൽ മതി. VL മൈനസ് VC the whole square. സോ ദിസ് ഈസ് ഈക്വൽ ടു വെരി സിമ്പിൾ. VR എത്രയാണ്, ദ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റൻസ് അത് എത്ര 40 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 40² പ്ലസ് VL മൈനസ് VC അത് എത്ര വരിക, 60 - 30 ഉണ്ടാകും. സോ തൽക്കാലം ഞാൻ എന്ത് ചെയ്യണം, 60 - 30 തന്നെ എഴുതാം. എന്നിട്ട് നമുക്ക് 30 എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു √40² പ്ലസ് 30² എന്നുണ്ടാകും. സോ 4² ഇതും ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 2500 വരും. എന്ന് വെച്ചാൽ 50 ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. 50 വോൾട്ട്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? വെരി സിമ്പിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ഓൾറെഡി. സോ അത് സോൾവ് ചെയ്യാനാണ്. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ റീഡിംഗ് ഓഫ് ദി വോൾട്ട് മീറ്റർ V1 ആൻഡ് V2 ആർ 300 വോൾട്ട് ഈച്ച്. രണ്ടാളത്തും തന്നിട്ടത്, രണ്ടാളത്തും 300 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ ശരിക്ക്, ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ V3 ആൻഡ് ദ അമ്മീറ്റർ A റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഒരു സംഭവം വെരി സിമ്പിളാണ്. അതായത് ഇതെന്ന് V1 എന്ന് വെച്ചാൽ എന്താ, ദ ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റർ ഇൻഡക്ടർ, ദ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ, ദ ഡ്രോപ്പ് അക്രോസ് ദി റെസിസ്റ്റർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇതേ സാധനം തന്നെ ഇവിടെ പറഞ്ഞത് എന്താ, ഡ്രോപ്പ് ഇൻ ദ ടെർമിനൽ 60 വോൾട്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഈസി ആയിട്ട് അതേ എക്സ്പ്രഷന് നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. കാരണം എനിക്ക് തന്നത് എന്താണ്, ഇവിടെ എൻ്റെ RMS വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഓൾറെഡി വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 വോൾട്ടാന്നുള്ളത്. സോ ആ 220 എങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡ്രോപ്പ്, ടോട്ടൽ ഡ്രോപ്പ് വിൽ ബി ഈക്വൽ ടു √VR² പ്ലസ് VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു VR² ആണ് കാണേണ്ടത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു √VR². എന്താ VLും VCയും ഇവിടെ തന്നിട്ടുണ്ട് 300 വോൾട്ടാണ്. V1ഉം V2 ആണ്. സോ V1 എന്താണ്, VL ആണ്. VC എന്താണ്, VL ആണ്. രണ്ടും സെയിം ആണ്, V1ഉം V2 ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി സെയിം. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി +0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ മൈ
VR will be equal to 220 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആക്ച്വലി 220 വോൾട്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് കിട്ടി. ഇനി എനിക്ക് കാണുന്നത് റീഡിങ് ഓഫ് ദ വോൾട്ട് മീറ്റർ കിട്ടി. അത് എത്രയാണ്? 220 ഇനി അടുത്തത് അമ്മീറ്റർ ആണ്. അമ്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അമ്മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ദ കറണ്ട് എന്താ വരിക? കറണ്ട് is equal to nothing but IRMS will be equal to VRMS divided by R എന്നുണ്ടാകും. ക്ലിയർ? കാരണം XL is equal to XC ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇമ്പിഡൻസ് അവിടെ 0 ആയിപ്പോയി. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഇൻ റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ ഇത് എത്ര കിട്ടി? 220 ഡിവൈഡ് ബൈ R എത്രയുടെ? R എന്ന് വെച്ചാൽ 100 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.2 ആംപിയർ. ക്ലിയർ ആയിട്ടുണ്ടോ? 2.2 ആംപിയർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ആ പ്രോബ്ലം. എനിവേ ലെറ്റ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. സോ ഇവിടെ എനിക്ക് ചെയ്യാനുള്ളത് ഇൻ എൻ LCR സർക്യൂട്ട് കപ്പാസിറ്റൻസ് ഈസ് ചേഞ്ച്ഡ് ഫ്രം C to 2C ആൻഡ് ഫോർ ദ റെസൊണൻസ് ഫ്രീക്വൻസി ടു റിമെയിൻ അൺചേഞ്ച്ഡ് ദ ഇൻഡക്റ്റൻസ് ഷുഡ് ബി ചേഞ്ച്ഡ് ഫ്രം L to what? വെരി സിമ്പിൾ. കാരണം എനിക്കെന്താ? XL is equal to XC ആണ് എൻ്റെ കണ്ടീഷൻ. എന്ന് വെച്ചാൽ ഇനീഷ്യലി എൻ്റെ കണ്ടീഷനിലുള്ള XL എത്രയാണ്? XL is equal to ഇവിടെ C ഈസ് ചേഞ്ചിങ് ഫ്രം C to 2C. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫോർ ദ റെസൊണൻസ് ഫ്രീക്വൻസി ടു റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് വെച്ചാൽ എന്താ? നേരത്തെ നമ്മൾ കണ്ടു ω0 ഈക്വൽ ടു 1/√LC ആണ്. എന്ന് വെച്ചാൽ √LC ഷുഡ് ബി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് മൈ √LC ഇനീഷ്യലി ഉള്ളത് എന്തായിരുന്നു? L × C എന്നായിരുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ടുള്ള L എത്രയാണ്? രണ്ടാമതായിട്ടുള്ള C എത്രയാണ്? C to 2C ആയി മാറി. C to 2C ആയി മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ L എത്ര ആയിരിക്കണം? L/2 ആയിരിക്കണം. സിമ്പിൾ. L/2 ആയാലല്ലേടാ ഇവിടെ എന്ത് കിട്ടുള്ളൂ? LC തന്നെ കിട്ടുള്ളൂ. സോ ഇവിടെ എന്തായിരിക്കണം? L/2 ആയിരിക്കണം. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? അതായത് ദ സെയിം അതേപോലത്തെ റെസൊണൻസ് കണ്ടീഷൻ തന്നെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെന്നെ എനിക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. L വിൽ ബി ഈക്വൽ ടു L/2. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടു ഈ LCR സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു AC കുറേയധികം നിങ്ങൾ ആ ഒരു ബേസിക് തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഇക്വേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിതുവരെ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിവേ അടുത്ത ചോദ്യം നോക്കാം. ഇൻ എ LCR സീരീസ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ദി റെസിസ്റ്റൻസ് 10 ohm, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് 60 ohm and inductor coil, the circuit found to be resonate when put across a 300 volt 100 Hz supply. എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി. ദ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആ ചോദ്യത്തിൻ്റെ സംഭവം വ്യക്തമാണ്. കാരണം എൻ്റെ ഒമേഗ എത്രയാണ്? 100 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ ω0 വിൽ ബി ഈക്വൽ ടു 2π ന്യൂ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു ന്യൂ 100 ആണ്. എന്ന് വെച്ചാൽ 200 π വരും, റൈറ്റ്? സോ 200 π എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നിയർലി എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്ര എഴുതാം? 600 എന്ന് എഴുതാം. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം അവിടെ വെക്കുകയാണ്, ω0 ആയിട്ട് വെക്കുകയാണ്. ഇനി എൻ്റെ കണ്ടീഷൻ എന്താണ്? ദിസ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ LC. ആണ് ഇൻഡക്റ്റൻസ് ആണ് കാണേണ്ടത്. സോ ഇൻഡക്റ്റൻസ് കാണണമെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ω0 വിൽ ബി ഈക്വൽ ടു 1/√LC ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു √LC വിൽ ബി ഈക്വൽ ടു 1/ω² എന്ന് വരും. എന്ന് വെച്ചാൽ L വിൽ ബി ഈക്വൽ ടു L ഇൻറ്റു C വിൽ ബി ഈക്വൽ ടു 1/ω². മൈ L ഇസ് ഈക്വൽ ടു 1/C⍵² ഈക്വൽ ടു 1/C. എത്രയാടാ? C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് എത്രയാണ്? കപ്പാസിറ്റൻസ് ഓക്കെ, കപ്പാസിറ്റൻസ് എനിക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ എനിക്ക് കപ്പാസിറ്റൻസ് കാണണം. ക്ലിയർ? എൻ്റെ കപ്പാസിറ്റൻസ് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അറിയാം, XC അറിയാം. അപ്പോൾ XC അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിൽ നിന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ്. മൈ XC ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 60 ആണ്. 1/C⍵ ഈക്വൽ ടു 60 എന്ന് തന്നിട്ടുണ്ട്. സോ മൈ C വിൽ ബി ഈക്വൽ ടു 1/16ω എന്ന് വെച്ചാൽ 2π ഇൻറ്റു ന്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ 2π ഇൻറ്റു 100 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിവിടെ 60 × 200 π എന്ന് എഴുതാണ്. എൻ്റെ C.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി കൂടെ ദിസ് വിൽ ബി ഈക്വൽ ടു സി വിൽ ബി ഈക്വൽ ടു എത്ര വരിക സി വിൽ ബി ഈക്വൽ ടു 1/600 എന്ന് വെച്ചാൽ ഇവിടെ 1 നോക്കുമ്പോൾ മുകളിൽ പോകും 60 × 200 പൈ എന്നുണ്ടാകും ഡിവൈഡഡ് ബൈ എന്ത് വരും 200 പൈ ദ ഹോൾ സ്ക്വയർ 200 പൈ ദ ഹോൾ സ്ക്വയർ ഇത് എത്ര വരും ഇത് ഓരോന്ന് ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി ഇവിടെ 60 ഡിവൈഡ് ബൈ 2 30 ഉണ്ടാകും പിന്നെ പൈ ആണ് അവിടെ ഉള്ളത് പൈ എന്ന് വെച്ചാൽ 3 ആണ് വരിക 3.14 ആണ് വരിക വേണമെന്നുണ്ടെങ്കിൽ 2 × 3 പൈ എന്ന് വെച്ചാൽ 3.14 അല്ലേ അപ്പോൾ 2 × 3 എനിക്ക് നിയർലി 6 എടുക്കാം 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എനിക്കുണ്ടാകുന്നത് 1 അല്ലെങ്കിൽ 10/100 എന്നുള്ള ഒരു ടേമിലേക്ക് വരും ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് 0.1 ആണോ 0.01 ആണോ 0.1 ഹെൻറി ക്ലിയർ അല്ലേ വെരി സിമ്പിൾ അതിൽ നിന്ന് തന്നെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അറിയാമെന്ന് വിചാരിക്കുന്നു വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു ഈസി ക്വസ്റ്റ്യൻ ഓക്കെ എനിവേ നമ്മൾ ഏകദേശം ക്വസ്റ്റ്യനൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ചെയ്യുന്നത് ഇൻ ആൻ എ സി സർക്യൂട്ട് the instantaneous value of the EMF and the current are epsilon is equal to or the EMF ആണ് തന്നിട്ടുള്ളത് 200 × sin 314t and I is equal to sin 314t plus pi/3 the average power consumed is അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആവറേജ് പവർ എത്രയെന്നുള്ളതാണ് സോ നേരത്തെ നമ്മൾ ആവറേജ് പവറിനുള്ള എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുവച്ചതാണ് എനിക്ക് എന്ത് കിട്ടണം എൻ്റെ ആവറേജ് പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈ ആവറേജ് പവർ വിൽ ബി ഈക്വൽ ടു പി ആവറേജ് ഈക്വൽ ടു VRMS × IRMS × cos phi കിട്ടണം റൈറ്റ് സോ cos phi ഇവിടെ എത്ര ഓൾറെഡി തന്നിട്ടുണ്ട് pi/3 ആണ് അപ്പോൾ ഇനി VRMSഉം IRMSഉം കിട്ടിയാൽ മതി നോ പ്രോബ്ലം VRMS എങ്ങനെ കാണാം VRMS എപ്പോഴും പറയുന്നതാണ് VRMS ഈസ് നത്തിങ് ബട്ട് VM / √2 IRMS ഈസ് നത്തിങ് ബട്ട് IM / √2 അപ്പോൾ രണ്ടും ഞാനൊന്ന് നോക്കുകയാണേ സോ VRMS എന്താ VM എന്താ വരിക VM ഓൾറെഡി തന്നിട്ടില്ലേ എത്രയാണ് 200 ആണ് സോ ദിസ് വിൽ ബി ഈക്വൽ ടു 200 / √2 അങ്ങനെ തന്നെ വെക്കുകയാണേ അടുത്തത് IM എത്ര IM ഇവിടെ തന്നിട്ടുണ്ട് സംതിങ് സൈൻ ഒമേഗ ടി എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ എന്താ 1 ആണ് എന്ന് വെച്ചാൽ 1/√2 അപ്പോൾ പവർ എത്രയായിരിക്കും 200 ഡിവൈഡഡ് ബൈ 2 × cos pi/3 വെരി സിമ്പിൾ സോ 100 × cos pi/3 എത്ര വരും 1/2 ഈക്വൽ ടു 50 എന്ന് വരും ക്ലിയർ ആയിട്ടുണ്ടോടാ 50 വോൾട്ട് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ പക്ക ക്ലിയർ അല്ലേ യെസ് അപ്പോൾ ഇതാണ് നമ്മളിപ്പം എ സിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഈ ഒരു സ്ട്രെച്ചിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും ചെറിയ ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് റിവൈസ് അടിച്ച് നോക്കിയാൽ എനിക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും സമ്മറൈസ് ചെയ്യുന്നു ഒന്ന് നിങ്ങളെ കറണ്ട് എങ്ങനെ പോകുന്നത് അതുമായിട്ടുള്ള ഫേസർ റിലേഷൻസ് pi/2 മുന്നിലാണോ ശേഷമാണോ ആ ഒരു സംഭവങ്ങൾ പിന്നെ എൻ്റെ ഇമ്പിഡൻസ് എന്നാണ് മെയിൻ ക്വസ്റ്റ്യൻസ് വരിക XLഉം XCയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ Zഉം അതായത് എൻ്റെ ടോട്ടൽ ഇമ്പിഡൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പഠിച്ചു പോകുക നല്ല രീതിയിൽ സ്കോർ ചെയ്യുക നെഗറ്റീവ് അടിക്കാനൊന്നും നിൽക്കരുത് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുക എല്ലാവരും കൂടെ തന്നെയുണ്ട് എൻ്റെ XYLEM CUET കമ്മ്യൂണിറ്റി നിങ്ങളെ കൂടെ തന്നെയുണ്ട് ഏറ്റവും ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റട്ടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലത്തെ അടിപൊളി ക്യാമ്പസിലേക്ക് തന്നെ എല്ലാവരും എത്തട്ടെ എനിവേ ലെറ്റ്സ് സീ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം അപ്പോൾ കുറഞ്ഞ ഭാഗങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ എ സിയിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ പക്ക ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എനിവേ സോ ബൈ